നല്ല പടമാണ്. ഇപ്പോൾ നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിലൂടെ കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് ഇനി കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കോമഡി ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട് പടത്തിൽ. പിന്നെ നല്ലൊരു ഫാമിലി മൂവിയാണ്. എല്ലാം കൊണ്ടും ഷൈൻ ടോം ചാക്കോ സൂപ്പറായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ഇത്രയും നാൾ അഭിനയിച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. വളരെ നന്നായിട്ടുണ്ട്. ഒട്ടും ലാഗോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. താങ്ക് യു. എല്ലാം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കമൽ സാറിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിമാണിത്. യെസ് യെസ് യെസ്. ഇപ്പോഴത്തെ കാലത്ത് പലർക്കും മേ ബി അതൊരു എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലർക്ക്. എനിവേ നല്ലൊരു മൂവിയാണ്. സൂപ്പർ പടം, നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല ഫ്ലോ ആണ്. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ അതിന് ശേഷവും നല്ല എൻ്റർടൈനിങ് ആണ്. നമ്മൾ ഇരുന്ന് പോകും. അങ്ങനെ എന്താണ്, കോമഡി എല്ലാം ഫുള്ളി എൻ്റർടൈൻഡ് ആണ്. വളരെ നല്ല കമൽ സിനിമ കാത്തിരുന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം സാറെടുത്ത ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് തോന്നുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു പ്രചോദനം, ഒരു എന്താ പറയുക, അതിന് എതിരെയുള്ള മദ്യത്തിനും മയക്കിനും അതിന് എതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സിനിമ. ഈ സിനിമയിൽ നായകനായിട്ട് ഷൈൻ ടോം ചാക്കോ പോലെയുള്ള ഒരു നല്ല നടനെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടേ പറ്റുള്ളൂ ഇത്തരം ഒരു സിനിമ അഭിനയിക്കാനായിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റിയ തീമാണിത്. സൂപ്പറാണ്. കമൽ സാറിൻ്റെ സൂപ്പർ ഫിലിം വിജയിക്കട്ടെ, എല്ലാവിധ ആശംസയും. നല്ല സൂപ്പറായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ സൂപ്പറായിട്ട് തകർത്ത് പൊളിച്ച് ഒന്നും പറയില്ല. ഹിറ്റായിരിക്കും. സൂപ്പർ. വൈറലാണ്. വിവേകാനന്ദൻ വൈറൽ തന്നെയാണ് ഈ പടത്തിൽ. ഒരുപാട് നാളായില്ലേ കമൽ സാറ് ഒരു പടമൊക്കെ ചെയ്തിട്ട്. ഒരു നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഷൈൻ ചേട്ടനെ വെച്ചിട്ടൊരു പടം ചെയ്തതാണ്. കുഴപ്പമില്ല. പുള്ളി ഭയങ്കര എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ഒരു ഇത് തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഓവർ ആക്ടിങ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ വിഷയമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കണമെങ്കിലും ഇതിപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് നെഗറ്റീവും പോസിറ്റീവും പറയണമല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡുകാരനാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ വലിയൊരു ആക്ടറായിട്ടൊന്നും പറയുന്നതല്ല. പക്ഷെ അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല തരക്കേടില്ല, നല്ല അടിപൊളി. ക്യാമറ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. BGM ഒക്കെ നല്ല തരക്കേടില്ല. അത്യാവശ്യം ഫസ്റ്റ് ഒരു ശകലം ലാഗിങ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ പടം വേറൊരു ലെവലിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവേകാനന്ദൻ ഇങ്ങനെ വൈറലാവണം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്ത്രീകളുടെ വിഷയമാണ് അവർ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രമേയമാക്കിയേക്കണത്. അവർക്ക് അവരുടേതായിട്ടുള്ള ശരീരം, ആ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ആളുകളാരും സ്പർശിക്കാൻ പാടില്ല. അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പിന്നെ ഒരു ഹസ്ബൻഡ്, അവനിക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകളോട് കാണുമ്പോൾ ഉള്ളൊരു സാധനം. എന്നാലും വിവേകാനന്ദൻ്റെ പടം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ പക്ക ഫാമിലി വുമൻസ് വെയിറ്റ് ചെയ്ത പടമാണ്. ഷൈൻ ചേട്ടൻ്റെ അഭിനയം വലിയ രസമുണ്ട്. പക്ഷെ എന്നാൽ ഈ പടം ഷൈൻ ചേട്ടൻ വെക്കണ്ടായിരുന്നു. കാരണം ആൾക്ക് നല്ല നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നോർമലി ഷൈൻ ചേട്ടന് പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ നല്ല സംഭവമായിരിക്കും, നല്ല സംഭവമാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ അല്ലേ? വൺ ടൈം വാച്ചബിൾ ആണോ എന്ന് വെച്ചാൽ അതെ, നല്ല കിട്ടുന്ന വൺ ടൈം വാച്ചബിളാണ്. ധൈര്യമായിട്ട് കാണാം. നിങ്ങൾക്ക് വെച്ചാൽ വൺ ടൈം വാച്ചബിൾ എന്ന് വെച്ചാൽ പക്ക വാച്ചബിളാണ്. ധൈര്യമായിട്ട് കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് വേസ്റ്റ് ആവത്തില്ല. അത് ഞാൻ 100% ഉറപ്പുവരാം. കാരണം കണ്ടിന്യൂ വേസ്റ്റ് ആവത്തില്ല. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ കയറി ഉറപ്പായിട്ട് കാണാം.